ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ന്യായപ്രമാണത്തിൽ ഉൾപ്പെടാത്ത 8 യാഗങ്ങൾ എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചാണ്. എന്താണ് ന്യായപ്രമാണത്തിൽ ഉൾപ്പെടാത്ത 8 യാഗങ്ങൾ? പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന യാഗങ്ങൾ, അത് അകൃത്യയാഗം, പാപയാഗം, അതുപോലെ ഹോമയാഗം, അങ്ങനെ വിവിധ യാഗങ്ങൾ മനുഷ്യന് ദൈവം നൽകിയിരുന്നു. മോശയിലൂടെ നൽകിയ, ന്യായപ്രമാണത്തിൽ നൽകിയ ആ യാഗങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. ഈ യാഗങ്ങളെല്ലാം മനുഷ്യൻ്റെ താൽക്കാലികമായ വീണ്ടെടുപ്പും ശുദ്ധി വരുത്തുന്നതിനൊക്കെ ദൈവം ഉപയോഗിച്ചിരുന്നതാണ്. ഒരു വയസ്സായ ആട്ടിൻ കുട്ടിയെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അവനവൻ്റെ കഴിവിനനുസരിച്ച്, ചിലർ പ്രാവിൻ കുഞ്ഞിനെയോ പ്രാവിനെയോ അല്ലെങ്കിൽ കാളയെയോ ആടിനെയോ അവനവൻ്റെ കഴിവിനനുസരിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ തോലുരിച്ച്, അതിനെ അറുത്ത് അതിൻ്റെ തോലുരിച്ച് അതിൻ്റെ ബ്ലഡ് എടുത്ത് വർഷത്തൊരിക്കൽ മഹാപുരോഹിതന് വേണ്ടിയും ജനത്തിനു വേണ്ടിയും ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചിരുന്നു. പിന്നെ പാപം ചെയ്യുന്ന ജനത്തിനു വേണ്ടി യാഗമർപ്പിച്ചിരുന്നു. ഇങ്ങനെ പലവിധമായ സമയങ്ങളിൽ യാഗങ്ങൾ നിരന്തരം നടന്നിരുന്നു. ഒരു സമയത്ത് ഈ ആലയത്തിലേക്ക് ആടും കാളയിറച്ചിയൊക്കെ കിട്ടാൻ വേണ്ടി ജനത്തിനെ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതി വരെ എത്തി. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് യാഗങ്ങളുണ്ടോ? ഇല്ല. കാരണം എല്ലാ യാഗങ്ങളുടെയും പര്യവസാനം യേശു ക്രിസ്തുവിൽ പൂർത്തിയായി. ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല. ഇനി ഒരു ആട് ഇറക്കേണ്ട, ഒരു കാള ഇറക്കേണ്ട, ഒരു പ്രാവിനെ കൊല്ലേണ്ട. എന്നാൽ ന്യായപ്രമാണത്തിൽ ഉൾപ്പെടാത്ത ഒരു 8 യാഗങ്ങൾ എൻ്റെ ബൈബിൾ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആത്മീയ യാഗം. അല്ലേ? 1 പത്രോസ് 2:5 ഇങ്ങനെ പറയുന്നു: നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നാം ഓരോരുത്തരും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ജെറുസലേം ദേവാലയത്തിന്റെ പണികൾ പൂർത്തീകരിക്കുവാൻ ശലോമോൻ രാജാവ് 22 ടൺ സ്വർണം ഉപയോഗിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കല്ലുകൾ പണി തീർത്ത്, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ പണി തീർത്ത് ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഒരുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും ഓരോ വ്യക്തി ജീവിതവും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. യാഗം അർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. യാഗമൃഗത്തിന്റെ കഴുത്ത് ആദ്യം അറുക്കും. ദൈവം ഒരു മനുഷ്യനെ പണിയപ്പെടുമ്പോൾ ഈ ലോകവുമായുള്ള ബന്ധം വേർപെടുത്തുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ കഴുത്തറുത്ത് മരിച്ചു കിടക്കുന്ന ആ യാഗമൃഗത്തിന് പിന്നെ തൻ്റെ ചെവിയിൽ തുടരുതെന്നോ തൻ്റെ കുലത്തിലും ഗോത്രത്തിലും തുടരുതെന്നൊന്നും പറയാൻ പറ്റില്ല. തൻ്റെ വാലിൽ തുടരുത്, തൻ്റെ ത്വക്ക് നല്ല നിറമുള്ളതാണ്, അത് ഉരിഞ്ഞു കളയരുതെന്നൊന്നും ഈ മരിച്ചു കിടക്കുന്ന മൃഗം പറയില്ല. പലപ്പോഴും ക്രിസ്തു യേശുവിൽ നാം ജീവിക്കുന്നുവെങ്കിലും നമ്മൾ മരിക്കാത്ത അവസ്ഥ ഉണ്ടാവും. ആരെങ്കിലും നമ്മളോട് വഴക്കിടുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ തിരിച്ചു പറയുന്ന ഓരോ വാക്കുകൾക്കും നിയന്ത്രണം ഉണ്ടാകും. ക്രിസ്തുവിൽ മരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ തിരിച്ചു പറയുന്ന വാക്കുകളിൽ പ്രകടമാകും ഈ ലോകത്തിൻ്റെ അശുദ്ധിയല്ല. അപ്പോ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി ക്രിസ്തുയേശുവിനോട് ചേർന്ന് പണിയപ്പെടണമെങ്കിൽ ആത്മീയ യാഗമായി
ലോകത്ത് ജീവനോടെ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ നാം മരണപ്പെടണം. മരിച്ച മൃഗത്തിന് പിന്നീട് ഓപ്ഷൻ ഇല്ല എന്നതുപോലെ ക്രിസ്തുവിൽ നാം മരണപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് പുതിയ നിയമസഭയിലെ ഒന്നാമത്തെ യാഗം, ആത്മീയ യാഗം. ഹല്ലേലൂയ. 2, സ്തോത്രമെന്ന യാഗം. 1000 മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ വലുതാണ് അധരഫലമെന്ന സ്തോത്രയാഗം. സങ്കീർത്തനം 50:23 സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. സ്തോത്രമെന്ന യാഗം ഇടവിടാതെ അർപ്പിക്കുവാൻ. ജോലി സ്ഥലങ്ങളിലും മറ്റു ഇതര മേഖലകളിലും ബിസി ആയിരിക്കുന്ന ഒരാൾക്ക് ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇതിനുവേണ്ടി മനഃപൂർവ്വം കുറച്ച് സമയം മാറ്റിവെക്കുവാൻ നാം തയ്യാറാകണം. പഴയ നിയമകാലത്ത് ഒരു യാഗം അർപ്പിക്കണമെങ്കിൽ ഉള്ള ചിലവൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രാവിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടുപിടിക്കണം, ഒരു കാളക്കിടാവിനെ വാങ്ങണം, ഇത് കൊണ്ടുപോകണം, അതിന് സമയം ചെലവഴിക്കണം, ഇത് പുരോഹിതന് കൊടുത്ത് അതിനെ അറുക്കണം, അതിന് തോലുരിക്കണം, അതിന്റെ കരളും മൗപ്പും എല്ലാം പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളയണം, അതിന്റെ മേധസ് യാഗപീഠത്തിൽ വെച്ച് കത്തിക്കണം, അത് ചാരമാകണം. എത്ര സമയമെടുക്കും ഒരു യാഗം അർപ്പിക്കുവാൻ? എന്നാൽ പുതിയ നിയമ യുഗത്തിൽ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അധരഫലമെന്ന സ്തോത്രയാഗം. സ്തോത്രം എന്നൊരു വാക്ക് പറയുമ്പോൾ നന്ദി എന്ന വാക്കാണ്. നന്ദി അർപ്പിക്കുകയാണ്, നന്ദി പറയുകയാണ്. ഈ സ്തോത്രം എന്ന വാക്കിൽ ഒരു കാളയോ ഒരു ആട്ടിൻകുട്ടിയെ അറുക്കുന്നത് പോലെ പ്രസാദകരമാണ് ദൈവത്തിന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി യാഗം അർപ്പിക്കണം. അബ്രഹാം പോയിടത്തെ എല്ലാം എന്ത് ചെയ്തു? യാഗപീഠം പണിത് അവിടെ എല്ലാം യാഗമർപ്പിച്ചു. ഇയ്യോബ് തന്റെ കുടുംബത്തിൽ ഒരുമിച്ച് കൂടി വർഷാവർഷം യാഗമർപ്പിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എപ്പോഴും സമയം കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അതെങ്ങനെയാ കണ്ടെത്തുക? ഒഴിവ് സമയങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം ഈ ലോകത്തിന്റെ ചപ്പും ചവറുമാകുന്ന ചിന്താഗതികളെ തനിക്കകത്ത് കൊണ്ടുവരാതെ സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കും. ഈ സ്തോത്രയാഗം നിരന്തരം അർപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ഓർമ്മശക്തി വർദ്ധിക്കും. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഓന്ത് വേലിക്ക് ചെന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കും, ഞാൻ എവിടെ നിന്നാ വന്നതെന്ന്. ഓന്തിന്റെ ഓർമ്മ പോലെയാ, എല്ലാം മറന്നു പോകുന്ന അവസ്ഥകൾ. ചിന്തകൾ ഏകാഗ്രമല്ല, ചപ്പും ചവറും ലോകത്തിന്റെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. സ്തോത്രയാഗം അർപ്പിക്കുന്നവന് ഹല്ലേലൂയ ജീവിതത്തിൽ എപ്പോഴും ഒരു ഫോക്കസ് മൈൻഡ് ഉണ്ടാകും. മനഃപൂർവ്വമായി ആദ്യ ദിവസങ്ങൾ ഇത് ചെയ്തെടുത്താൽ പിന്നീട് അത് എളുപ്പമാകും. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. എബ്രായർ 13:15 പറയുന്നു, അധരഫലം എന്ന സ്തോത്രയാഗം. എബ്രായ ലേഖനം മുഴുവൻ ഇസ്രായേൽ മക്കൾക്കോട്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഭാ സമൂഹമാണ് എബ്രായ ലേഖനത്തില് അതിന്റെ പ്രേക്ഷിതരായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോസ്തലൻ അത് എഴുതി വെച്ചിരിക്കുമ്പോൾ യാഗങ്ങളും ആട്ടുകൊട്ടനെയും കാളക്കിടാവിനെയും പ്രാവിനെയും എല്ലാം യാഗം കഴിച്ചിരുന്ന ഒരു ജനവിഭാഗത്തോടാണ് ആ ലേഖനം പ്രതിപാദിക്കുന്നത്. ഇവിടെ പറയുന്നത്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. 3, നീതിയാഗം. സങ്കീർത്തനം 4:5 പറയുന്നു, നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രമിപ്പീൻ. 51:19 ഇങ്ങനെ പറയുന്നു, അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. കാളകളെ അർപ്പിക്കുന്നത് പഴയ നിയമത്തിലാണ്. എന്നാൽ നീതിയാഗം, നീതി ഒരു യാഗമാണ്. നീതിയായി പ്രവർത്തിക്കുന്നത്, നീതി ചെയ്യുന്നത്, നീതി പ്രസ്താവിക്കുന്നത് ഒരു യാഗമാണ്. അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ അധികമായി ചെയ്യേണ്ട കാര്യമാണ്. സ്തോത്രം. അടുത്തത് ശരീര സമർപ്പണയാഗം. റോമർ 12:1
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. സ്വന്തം ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പീൻ. സ്വന്തം ശരീരത്തെ യാഗമായി സമർപ്പിക്കുക. ഇനി ആദ്യത്തെ വചനത്തിൽ അത് വ്യക്തമായി പറയുകയുണ്ടായി. നമ്മുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കണം. യാഗപീഠത്തിൽ കത്തിത്തീരുന്ന മൃഗത്തിന് പിന്നെ അവകാശപ്പെടുവാൻ തന്റെ ശരീരത്തിൽ ഒന്നുമില്ല. തന്റെ നിറം, ഗോത്രം, വർഗം, വർണ്ണം, ജാതി ഇതൊന്നും മൃഗത്തിന് പറയാനില്ല. ദൈവരാജ്യത്തിൽ, ദൈവസന്നിധാനത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നും അവകാശപ്പെടുവാനില്ല. ക്രിസ്തുവിൽ പൂർണ്ണമായി മറഞ്ഞിരിക്കുകയാണ്. അഞ്ചാമതായി സൗരഭ്യവാസന യാഗം. ഫിലിപ്പിയർ 4:18 ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ചു തൃപ്തനായിരിക്കുന്നു. സൗരഭ്യവാസന യാഗം അല്ലെ? ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്നത് ഒരു യാഗമാണ്. ഒരു കാളയെ, ഒരു ആട്ടുകൊറ്റനെയോ, ഒരു പ്രാവിൻ കുഞ്ഞിനെയോ, ഒരു പ്രാവിനെയോ കൊണ്ടുപോയി യാഗമർപ്പിക്കുന്നത് പോലെ പഴയ നിയമത്തിൽ ഏറ്റവും വലുതായി ചെയ്തിരുന്ന ഒരു കാര്യം. ദൈവരാജ്യത്തിനു വേണ്ടി പിറുപിറുപ്പില്ലാതെ സന്തോഷത്തോടെ വിതയ്ക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അളവ് വ്യക്തമായിട്ടില്ല. പഴയ നിയമത്തിൽ 10-1, 100-1 ഒക്കെ 10 അംശമൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പുതിയ നിയമത്തിൽ സന്തോഷത്തോടെ കൊടുക്കുക. അവിടെ അളവിന് പ്രസക്തിയില്ല. കൊടുക്കുക. 10 കോടി രൂപ കൊടുത്തിട്ട് പിറുപിറുത്ത് പ്രാഗിക്കൊണ്ട് വീട്ടിലിരിക്കുന്നതിന് ഒന്നും കിട്ടില്ല. വിധവയുടെ 2 കാശ് കണ്ട കർത്താവ് ഹൃദയത്തെയാണ് കണ്ടത്. തനിക്കുള്ളതെല്ലാം കൊടുത്തു. പിന്നെ പിറുപിറുത്തോണ്ട് നടക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. കുറച്ചേ കൊടുക്കുന്നുള്ളെങ്കിലും പ്രാക്കും പിറുപിറുപ്പുമില്ലാതെ സന്തോഷത്തോടെ കൊടുക്കുന്നവൻ സൗരഭ്യവാസന യാഗമർപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവമക്കൾ കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു യാഗമാണ് കൊടുക്കുന്ന യാഗം. അതിനെക്കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല. എങ്കിലും നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന ആൾക്കാണ് അതിന്റെ ഒന്നാമത്തെ ഓഹരിക്കാരൻ. നിങ്ങളെ വചനം പഠിപ്പിക്കുന്നത് സഭയിലെ പാസ്റ്ററാണെങ്കിൽ പാസ്റ്ററാണ് അതിന്റെ ഒന്നാമത്തെ ഓഹരിക്കാരൻ. അധികമായി പുറത്തെന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവശബ്ദം കേട്ടിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. പലപ്പോഴും പുറത്തേക്ക് പലവിധ മേഖലകളിലൂടെ ചെലവഴിച്ചിട്ട് നഷ്ടം വന്ന് പിന്നീട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ കാണുവാൻ ഇടയായിട്ടുണ്ട്. എഫേസ്യർ 5:12 ഒന്നുകൂടെ പറയുന്നു, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഹല്ലേലൂയ. സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ പോലെയാ, കാര്യമൊന്നുമില്ല. സ്നേഹിക്കുന്നവൻ തന്റെ സഹോദരന്റെ വേദന അറിയും. ദേവദാസന്മാർക്ക് മാത്രം കൊടുക്കുന്നതാണ് പ്രവണതയെങ്കിലും കൂട്ടു സഹോദരന്റെ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കുന്നത് നല്ലതാണ്. പഴയ നിയമസഭയിൽ അവരിൽ ആർക്കും മുട്ടുണ്ടായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 6 വിശ്വാസം എന്ന യാഗം. ഫിലിപ്പിയർ 2:17 എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. കേട്ടോ, വിശ്വാസം എന്ന യാഗം വിശ്വാസികളോട് ചേർന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. വിശ്വാസത്തിന് വേണ്ടി മറ്റൊരാൾക്ക് യാഗമായി തീരുക, ഒരു കൂട്ടത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി യാഗമായി തീരുന്ന വിശ്വാസം. റോമയിൽ വെച്ച് മരണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും റോമയിലേക്ക് പോകുവാൻ തയ്യാറായ വിശ്വാസം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്കും ഒരു വിശ്വാസം എന്ന യാഗം ഉണ്ടാകട്ടെ. മരണം കണ്ണിന് മുൻപിൽ നേരിട്ട് വന്ന് നിന്നാലും യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്. ഹല്ലേലൂയ. സ്തോത്രം.
ഈ ലോകത്തിൽ മറ്റെന്തിനു വേണ്ടിയും യേശുവിനെ തള്ളിപ്പറയരുത്. യേശുവിന് വേണ്ടി നിൽക്കണം, വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കണം. അതൊരു യാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം കാക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ, ലക്ഷക്കണക്കിന് ദൈവമക്കൾ യാഗമായി തീർന്നു. മരണം മുഖാമുഖം നിന്നപ്പോൾ, കഴുത്തിൽ വാൾ വെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്തിന് വേണ്ടി മരണം ഏറ്റുവാങ്ങി. റോമൻ കൊളോസിയത്തിലെല്ലാം ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പരസ്യമായി അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഇന്ന് ആ കൊളോസിയങ്ങളെല്ലാം ചരിത്ര സ്മാരകമായി. പക്ഷേ ക്രിസ്തുവിന്റെ സഭ ജയോത്സവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങളെ കൊന്നു തള്ളി കോടികളായി അത് വളരുവാനിടയായി. തെർത്തുല്യൻ എന്ന സഭാപിതാവ് പറയുന്നു, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്തായി മാറി. അതുകൊണ്ട് പൗലോസ് മുതൽ ഗ്രഹാം സ്റ്റേറ്റ്സ് വരെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഇടങ്ങളിൽ കൊല്ലപ്പെട്ട നൈജീരിയയിലെ ഓരോ ക്രിസ്ത്യാനികളുടെയും രക്തം ദൈവസഭയുടെ വിത്തായി മാറും. കാരണം അവരെല്ലാം യാഗമർപ്പിക്കപ്പെട്ടതാണ്. വിശ്വാസത്തിന് വേണ്ടി യാഗമർപ്പിക്കപ്പെട്ട ക്രിസ്തീയ യോദ്ധാക്കളാണ്. ഈ ലോകത്തിൽ ഒന്നിനും വേണ്ടിയും അത് എന്ത് ചെയ്യരുത്, കളയുവാൻ. ഇത് നിത്യതയ്ക്ക് ഓഹരിക്കാരാകുന്നവർക്ക് ഈ ലോകത്തിലെ മരണം ഒന്നുമല്ല. ശരീരത്തെ കൊന്നിട്ട് ആത്മാവിനെ ഒന്നും ചെയ്യാത്ത മനുഷ്യരെ ഭയപ്പെടരുത്. സ്വന്തം ജീവിതം, ജീവൻ അത് കർത്താവിന് വേണ്ടി യാഗമാക്കി തീർക്കേണ്ടി വന്നാലും. ഏഴാമത്തത് നന്മയും കൂട്ടായ്മയും ആകുന്ന യാഗം. എബ്രായർ 13:16, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നമ്മളെപ്പോഴും ദൈവദാസന്മാർക്കും ഇടയന്മാർക്കും മാത്രമേ ചെയ്യാറുള്ളൂ. ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ തമ്മിൽ കൂട്ടായ്മ കാണിച്ചിരുന്നു. നമ്മൾ എത്ര പേർ കാണിക്കുന്നുണ്ട്? ഒരു സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകണം. ഹല്ലേലൂയ. പുതുതായി വിശ്വാസത്തിൽ കടന്നു വന്ന ഒരു സഹോദരനോ സഹോദരിയോ കുടുംബമോ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കി, അവരുടെ കഷ്ടതകൾ മനസ്സിലാക്കി, അവരോട് കൂടെ ഇരുന്നൊന്ന് ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അവരുടെ ഇല്ലായ്മയും വല്ലായ്മയും തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നത് ഒരു കൂട്ടായ്മയാണ്. എൻ്റെ അമ്മ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത്, ഉടുതുണിക്ക് മറുതുണി ഇല്ലായിരുന്ന സമയത്ത്, അന്ന് പാഷനേജിൽ നിന്ന് അവിടുത്തെ പാഷയുടെ വൈഫാണ് വണ്ടിക്കൂലിക്ക് പണം കൊടുത്തു വിട്ടിരുന്നത്. ഹല്ലേലൂയ. പണം ഇല്ലാതിരുന്ന സമയത്ത് നടന്നും പോയിട്ടുണ്ട്. കൂട്ടായ്മ കാണിച്ചിരുന്നു. ദൈവമക്കൾ തമ്മിലും സഭാ ശുശ്രൂഷകന്മാരും ഒക്കെ അതിനുവേണ്ടി ഉത്സാഹിക്കണം. ഞാനും എൻ്റെ വയറും എൻ്റെ പോക്കറ്റും സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് നാം ചുരുങ്ങിപ്പോകരുത്. 8 വിജാതികൾ എന്ന യാഗം. റോമർ 15:15, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു. പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികൾ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. വിജാതികൾ എന്ന യാഗം, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ. ഹല്ലേലൂയ. ജാതികൾ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരണം. യഹൂദന് വേണ്ടി ദൈവം ഒരുക്കിയിരുന്നതായിരുന്നു രക്ഷ. യഹൂദൻ തള്ളിക്കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം ജാതികൾക്കൊരു അവസരം കൊടുത്തു. ഈ കൃപായുഗത്തിൽ അതാ ഉണ്ടാകുന്നത്. ഇന്ന് യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. ദൈവത്തിന്റെ വചനമനുസരിച്ച്, ദൈവകൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് വരുന്ന ഏതൊരു മനുഷ്യനും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായിട്ട് ഇരിക്കുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ജാതികളിൽ ശുശ്രൂഷകനായി പൗലോസ് മാറി. കാരണം എന്താ? പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട്. ഹല്ലേലൂയ. ശുശ്രൂഷകനായിരിക്കേണ്ടത്. വിജാതികൾ എന്ന യാഗം.
നമ്മൾ ജാതി, പലവിധ ജാതി, ഇന്ന് 10 തലമുറ മുൻപ് എൻ്റെ അപ്പനും അപ്പൂപ്പനും ആരായിരുന്നു വെച്ചാൽ നമുക്കറിയത്തില്ല. ഹൈന്ദവരായിരിക്കാം. 6000 വർഷത്തെ പാരമ്പര്യം പറയുന്ന യഹൂദൻ പോലും മിക്സ് ആയിപ്പോയി. ഇന്നിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് തപ്പിപ്പിടിച്ച് ഇവിടെ മിസോറാം, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം, ഈ കൃപായുഗത്തിൽ മക്കളാകുവാൻ. അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ ജഡത്തിൽ ജനിച്ചതല്ല, ആത്മാവിൽ ജനിച്ച സന്തതി. നിനക്ക് ഭൂമിയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും മക്കളെ തരാമെന്ന് കർത്താവ് അരുളി ചെയ്തപ്പോൾ അത് സംഭവിച്ചോ? ആകെ 1, 2, 3 കോടി ജനമുണ്ട് ഇസ്രായേലിൽ. അല്ല, ആത്മീക സന്തതിയെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ഒരു ആത്മസന്തതി ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ആത്മസന്തതി സഭയിലൂടെ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, തിരുവചനം സ്വീകരിച്ച്, കൂട്ടായ്മ ആചരിച്ച്, അപ്പം നുറുക്കലിന് ഭാഗവാക്കായി ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ജാതികൾ. പക്ഷേ അവർ യാഗമായി തീരണം. അതൊരു യാഗം പോലെയാണ്. ജാതീയ പശ്ചാത്തലങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ അഴുക്കുകളിൽ നിന്ന് നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാ? കർത്താവിന്റെ പ്രിയമക്കളായി തീരുവാൻ. ഈ നാളുകളിൽ ദൈവത്തിന്റെ പ്രിയമക്കളാകുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ 8 യാഗങ്ങളുണ്ടോ? നാം ഒന്ന് സ്വയം മനസ്സിരുത്തി സ്വന്തം ജീവിതത്തിലേക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഇസ്രായേൽ ലോകത്തിൻ്റെ ടൈം പീസാണ്, ലോകത്തിൻ്റെ ഘടികാരം. അങ്ങോട്ട് നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് വാതിൽക്കലാണ്. ഒന്നുകൂടെ ഒരുങ്ങാം, ഒന്നുകൂടെ സമർപ്പിക്കാം, ദൈവത്തിന് വേണ്ടി യാഗമായി തീരാം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഒരു മാറ്റത്തിന് കാരണമായി തീരട്ടെ, ഒരു ഉണർവിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ, ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം ധാരാളമായി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.